ആലപ്പുഴയിലെ ഒരു വീട്ടമ്മയുടെ മരണം കൊലപാതകം എന്നുള്ള ഒരു പരാതിയുണ്ട്. ചേർത്തല സ്വദേശിനിയായ VC സജിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഭർത്താവ് സോണി സജിയെ മർദ്ദിച്ചു കൊന്നതാണ് എന്ന് മക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. സജിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണമുണ്ടായത്. ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് കോമയിലൊക്കെ ആവുകയായിരുന്നു. മരണവും സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ മക്കൾ പരാതി ഉന്നയിക്കുകയാണ്. സജിയുടെ ഭർത്താവ് സോണി ഇവരുടെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നൊരു പരാതി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുക്കുന്നത്. രഘുനാഥ് നാരായണൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. രഘു, മക്കളുടെ ഗുരുതരമായൊരു പരാതിയാണ്. അതിന്മേലാണ് ഇപ്പോൾ നടപടികൾ മുന്നിലേക്ക് പോകുന്നത്. മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്ത്, പറയൂ. പൂജ, കല്ലറയിൽ നിന്ന് മൃതദേഹം അടക്കം ചെയ്ത പെട്ടി പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ആ പെട്ടിക്കുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കണം. ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യും. അതിനുവേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം സ്ഥലത്തുണ്ട്. ഈ കല്ലറയിൽ വെച്ച്, ഈ സെമിത്തേരിയിൽ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. ആ മോർച്ചറിയിലേക്ക് മാറ്റും. ഇതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് മരണകാരണം, മറ്റേ തലക്കേറ്റ ക്ഷതം, ബോധപൂർവം ഉണ്ടാക്കിയ ക്ഷതമാണോ മർദ്ദനമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതിന് ശേഷമായിരിക്കും സോണിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുക. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ചേർത്തല മുട്ടം സ്വദേശിയായ VC സജിയെ തലയ്ക്ക് ഗുരുതര പരിക്കുകളോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞത്, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് തലയ്ക്ക് ക്ഷതം പറ്റി എന്നുള്ളതായിരുന്നു നൽകിയ മൊഴി. വെന്റിലേറ്ററിലായതുകൊണ്ട് തന്നെ ഈ സജിയുടെ മൊഴിയൊന്നും വിശദമായി എടുക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നോ ഡോക്ടർമാരോട് ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ചോദിച്ചറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്തായാലും ഇതിനു ശേഷമാണ് ഇങ്ങനൊരു പരാതി മക്കൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ് രഘു? അതായത് ഈ ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്നതാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി സജിയും സോണിയും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് ബന്ധുക്കൾക്കൊക്കെ അറിയാമായിരുന്നു. സോണിയുടെ ചില സ്ത്രീ സൗഹൃദങ്ങളാണ് വീട്ടിൽ കുടുംബ വഴക്കിന് കാരണം. ഈ കഴിഞ്ഞ മാസം 8-ാം തീയതിയും ഇത്തരത്തിൽ സോണിയും സജിയും തമ്മിൽ ഇതേ ചൊല്ലി സോണിയുടെ സൗഹൃദങ്ങളെ ചൊല്ലി വഴക്കുണ്ടായതിന് ശേഷം അല്ലെങ്കിൽ ആ വഴക്കിനിടെയാണ് സോണി സജിയുടെ തല ഭിത്തിയിൽ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അതായത് വീണ് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു. സാധാരണ നിലയിൽ വീണ് പരിക്കേറ്റുമ്പോൾ തലയ്ക്ക് പുറകിൽ പരിക്കേൽക്കാറുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള പരിക്കായിരുന്നു തലയ്ക്കുണ്ടായിരുന്നത് എന്ന് മാത്രവുമല്ല, ഇവർ അബോധാവസ്ഥയിലാവുകയും പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തതുകൊണ്ട് സജിയുടെ വിശദമായ മൊഴി പോലീസിന് രേഖപ്പെടുത്താനും ആയില്ല. തുടർന്ന് ഇവർക്ക് തലയ്ക്കുൾപ്പെടെ ശസ്ത്രക്രിയ നടത്തി പതുക്കെ ആരോഗ്യം വീണ്ടെടുത്തതാണ്. ഒരാഴ്ച മുൻപ് വീണ്ടും ന്യൂമോണിയ ബാധ ഉണ്ടാവുകയും ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഞായറാഴ്ചയാണ് മരിച്ചത്. അന്ന് തന്നെ ചേർത്തലയിലെ മുട്ടം പള്ളി സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. ഇതിന് ശേഷമാണ് മകൾ ബന്ധുക്കളോട് ഇത്തരത്തിൽ അച്ഛൻ അമ്മയെ മർദ്ദിച്ചതിനെക്കുറിച്ചും മർദ്ദനം ഏറ്റതാകാം മരണകാരണമെന്നുള്ളൊരു സംശയം ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസിൽ പരാതി നൽകി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മകളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് റവന്യൂ വകുപ്പിലെ ഒക്കെ അനുമതിയോടുകൂടി മൃതദേഹം പുറത്തെടുക്കാനുള്ളൊരു നീക്കം അല്ലെങ്കിൽ നിയമ നടപടി പോലീസ് സ്വീകരിച്ചത്. അങ്ങനെ റവന്യൂ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഈ സെമിത്തേരിക്ക് അകത്താണ്. പോലീസ് നമ്മളോട് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് എപ്പോഴാണെന്നാണ് ധരിക്കുന്നത്? എപ്പോഴാണ് അവിടേക്ക് കൊണ്ടുപോവുക രഘു? മറ്റ് നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുണ്ടോ? നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ സെമിത്തേരിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. കാരണം ആ മൃതദേഹം
പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അത് ദൃശ്യങ്ങൾ കാണിക്കുക എന്നുള്ളത് വളരെ അരോചകമായിരിക്കും. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടത്. ഈ മൃതദേഹം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാണ് റവന്യൂ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ആദ്യം മോർച്ചറിയിലേക്കായിരിക്കും മാറ്റുക. ഇതിന് ശേഷമായിരിക്കും, അതായത് പോലീസ് സർജൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്താനുള്ളത്. അതുകൊണ്ട് പോലീസ് സർജൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി, അദ്ദേഹമൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ളത് അനുസരിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം തീരുമാനിക്കുക. നിലവിൽ നാളെയാണ് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ഒരു മരണം കൂടി കൊലപാതകമാണെന്ന സംശയത്തിലേക്കാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ പള്ളിയുടെ സെമിത്തേരിയുടെ ബോർഡിൽ സജിയുടെ ആദരാഞ്ജലികൾ ഒട്ടിച്ചുകൊണ്ടുള്ള നോട്ടീസ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ കൊലപാതകം അല്ലെങ്കിൽ സജിയുടെ മൃതദേഹം സംസ്കരിച്ചത്. സോണി നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. അയാൾ നിരീക്ഷണത്തിലാണ്. നിലവിൽ അയാളുടെ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചേട്ടാ, ഈ സജിയും സോണിയൊക്കെ അറിയാവുന്ന ആളാണോ? അറിയാം. ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഞാൻ വല്ലതും പറഞ്ഞു എൻ്റെ പേരിൽ അന്വേഷിച്ചു വരും. പറഞ്ഞാട്ടെ, നേരത്തെ കുടുംബങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. എന്തായിരുന്നു കാര്യമൊന്നുമല്ലോ? രണ്ടുപേരും ജീവിത രീതിയിലുള്ള കുഴപ്പങ്ങളാണ്. ഇയാൾ മദ്യപാനൊക്കെ ഇത് തർക്കമുണ്ടായിരുന്നു ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ? ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുള്ളതാണ് നൈബേഴ്സ് പറഞ്ഞത്. മക്കളടക്കം ഈ പരാതി ഉന്നയിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം കൊലപാതകമാണോ എന്ന ഒരു സംശയത്തിന്റെ പേരിലാണ് ഈ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്.